السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ താക്കീത് നൽകിയ, ജാഗ്രത പുലർത്താൻ നമ്മോട് പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റം മോശമായ ഒന്നാണ് നിഫാഖ് അഥവാ കാപട്യമെന്നത്. മുനാഫിഖുകൾ, കപടവിശ്വാസികൾ ഇസ്ലാമിനും അതിൻ്റെ ആളുകൾക്കും ഉണ്ടാക്കി തീർക്കുന്ന ഉപദ്രവങ്ങൾ, പോറലുകൾ അത് നിസാരമല്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അതിൻ്റെ തുടക്കത്തിൽ 4 ആയത്തുകളിൽ അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു. 2 ആയത്തുകളിൽ അള്ളാഹു കാഫറുകളെ കുറിച്ച് പറഞ്ഞു. ശേഷം മുസ്ലിമിൻ്റെയും കാഫറിൻ്റെയും മധ്യേ നിൽക്കുന്ന, രണ്ടിടത്തും ഉറപ്പില്ലാതെ നിൽക്കുന്ന മുനാഫിഖുകളെ കുറിച്ച് 10-ലധികം ആയത്തുകളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുകയുണ്ടായി. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ 300-ലധികം ആയത്തുകളിൽ 17 സൂറത്തുകളിലായി 300-ലധികം ആയത്തുകളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, ഒരു സൂറത്ത് അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. മുനാഫിഖൂൻ എന്നൊരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, കാദൽ ഖുർആനു അൻ യകൂന കുല്ലുഹു ഫി ശഅനിഹിം. ഖുർആൻ ഒന്നാകെ അവരെ കുറിച്ചാണോ എന്നൊരാൾക്ക് തോന്നിപ്പോകുമാറ് അത്രയും അധികമുണ്ട് പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ചുള്ള കാര്യം. നോക്കൂ, അവരിൽ പലരും വിശ്വസിക്കുകയും അതിനുശേഷം കുഫറിലേക്ക് എത്തിപ്പെടുകയും ഹിദായത്തിന് പകരം ദലാലത്ത് വിലക്ക് വാങ്ങുകയും സന്മാർഗത്തെക്കാൾ ദുർമാർഗത്തെ, പിഴച്ച വഴികളെ ഇഷ്ടപ്പെടുകയും ചെയ്തവരാണ്. അവരെ കൊണ്ട് മുസ്ലിമീങ്ങൾക്കുള്ള ഉപദ്രവം എന്തെന്നാൽ ഇസ്ലാമിലേക്ക് സ്വയം ചേർത്തി പറയുന്നവരായിരിക്കും അവർ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നായിരിക്കും പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല. 2 കൂട്ടരിൽ നിന്നും, മുസ്ലിമീങ്ങളിൽ നിന്നും കുഫാറുകളിൽ നിന്നും ദുനിയാവാണ് അവരുടെ ഉദ്ദേശം. 2 കൂട്ടരിൽ നിന്നും ദുനിയാവിൽ എനിക്കെന്ത് കിട്ടാനുണ്ട് എന്നതായിരിക്കും എപ്പോഴും അവരുടെ ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, മസലുൽ മുനാഫിഖി കമസലി ശാത്തിൽ ആയിറ ബൈന അൽ ഗനമൈൻ തഈറു ഇലാ ഹാദിഹി മറ വഇലാ ഹാദിഹി മറ. 2 ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ താൻ ഏത് കൂട്ടത്തിലാണ് എന്നറിയാതെ അങ്കലാപ്പിലായിപ്പോയ ഒരാടിനെ പോലെയാണ് മുനാഫിഖ്. അവൻ ഒരിക്കലതാ ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ കൂടെ മേയുകയാണെങ്കിൽ മറ്റൊരിക്കൽ മറ്റേ കൂട്ടത്തിൻ്റെ കൂടെ മേയുകയാണ്. ഇങ്ങനെ എവിടെ നിൽക്കണമെന്നറിയാതെ പരിഭ്രാന്തരായിരിക്കും അവർ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ
അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ മേലങ്കിയും അവരുടെ മൂടുപടവുമെല്ലാം വലിച്ചു കീറി അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവരുടെ അടയാളങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഉള്ളറകൾ മുഅ്മിനീങ്ങൾക്ക് മുന്നിൽ പരിശുദ്ധ ഖുർആനിലൂടെ തുറന്നു കാട്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കുക. നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓരോ മുഅ്മിനും നിഫാഖിനെ കുറിച്ചും മുനാഫിഖുകളെ കുറിച്ചും ജാഗ്രതയുള്ളവരായിരിക്കുക, ശ്രദ്ധിക്കുക. അവരുടെ കെണികളിലും അവരുണ്ടാക്കുന്ന അപകടങ്ങളിലും ചെന്ന് ചാടാതിരിക്കാൻ. അതുപോലെ താൻ മുനാഫിഖാണോ, എന്നിൽ നിഫാഖിന്റെ അംശങ്ങളുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കാൻ. നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു തന്നിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അടയാളങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഉള്ളും പുറവും ഒരിക്കലും ഒരുപോലെ ആയിരിക്കുകയില്ല. പുറമേക്ക് കാണുന്നതിൻ്റെ നേർവിപരീതമായിരിക്കും ഉള്ളിൽ. അവരുടെ വാക്കും പ്രവൃത്തിയും ഒരിക്കലും ഒന്നായിരിക്കുകയില്ല. വാക്കിന് നേരെ വിരുദ്ധമായിരിക്കും പ്രവർത്തികൾ. അതുപോലെ കുഴപ്പത്തിൻ്റെ, പ്രശ്നങ്ങളുടെ, അതിളക്കിവിടുന്നതിൻ്റെ ആളുകളായിരിക്കും. എന്നാൽ പുറമേക്ക് രഞ്ജിപ്പും സമാധാനവും നന്മയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് പറഞ്ഞത്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ രഞ്ജിപ്പും സമാധാനവും ഉണ്ടാക്കുന്നവർ മാത്രമാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, അറിയണം, യഥാർത്ഥത്തിൽ അവരാണ് കുഴപ്പത്തിൻ്റെ, ഫസാദിൻ്റെ ആളുകൾ. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഈ രൂപത്തിൽ ഈമാനിൽ നിന്ന് അകന്നു നിൽക്കുന്ന വഞ്ചനയുടെ ആളുകൾ നന്മയുടെ ആളുകളായി തീരുക? അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് ബധിരനാണ്, അന്ധനാണ്, മൂകനാണ്. സത്യം കണ്ടു മനസ്സിലാക്കാനുള്ള കണ്ണുകളോ, സത്യം കേട്ടു മനസ്സിലാക്കാനുള്ള കേൾവിയോ, സത്യം സംസാരിക്കാൻ ഉറപ്പുള്ള നാവോ ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് നന്മയുടെ ആളുകളായി തീരുക? ഇല്ല. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും കുഴപ്പത്തിൻ്റെ ആളുകൾ തന്നെയായിരിക്കും. അവർ രോഗത്തിനടിമകളാണ്. ഷഹ്വത്തിന്റെ രോഗം അവരെ പിടിച്ചു മുറുക്കിയിരിക്കുന്നു. ശുഭത്തിന്റെ രോഗം അവരെ ഒന്നാകെ പിടികൂടിയിരിക്കുന്നു. ഷഹവാത്തിന്റെ രോഗങ്ങൾ, ദേഹേച്ഛയുടെ, മോശമായ ആഗ്രഹങ്ങളുടെ, തന്റെ ലൈംഗികവും സാമ്പത്തികവുമായ മോശമായ താല്പര്യങ്ങളാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. അതുപോലെ മതത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. ആശയക്കുഴപ്പങ്ങളിൽ, അങ്കലാപ്പിൽ, സംശയങ്ങളിലാണ് തൻ്റെ ദീനിനെ കുറിച്ച്. തൻ്റെ ദീനിൽ അവന് യാതൊരു ഉൾക്കാഴ്ചയുമില്ല, ഒരു ബസീറത്തുമില്ല, വിവരം അവൻ്റെ അടുത്തുകൂടെ പോയിട്ടില്ല. അങ്ങനെയുള്ള അന്ധരും മൂകരും ബധിരരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വൃത്തികേടുകളും തോന്നിവാസങ്ങളും അക്രമങ്ങളും അശ്ലീലതകളും മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. നോക്കൂ നിങ്ങൾ, വൃത്തികേടുകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അവർക്കതിൽ പ്രയാസമല്ല, അവരതുള്ളിൽ ആസ്വദിക്കുകയാണ്. അത് പ്രചരിപ്പിക്കാൻ എന്തുണ്ട് വഴി എന്നായിരിക്കും അവർ ചിന്തിക്കുക. നന്മ കൽപ്പിക്കുകയോ തിന്മ വിലക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. നേരെ മറിച്ച് നന്മ വിലക്കുകയും തിന്മ കൽപ്പിക്കുകയും ദാനധർമ്മങ്ങൾ തടയുകയും നന്മകൾക്ക് വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്യുക എന്നതായിരിക്കും മുനാഫിഖുകളുടെ സ്വഭാവം. നോക്കൂ, അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത്, അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ് വയഖ്ബിദൂന അയ്ദിയഹും നസുല്ലാഹ ഫനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ദുഹും മിൻ ബഅദ്, മുനാഫിഖുകളായ കപടന്മാരായ പുരുഷന്മാരും സ്ത്രീകളും അവർ പരസ്പര ബന്ധമുള്ളവരാണ്. യഅ്മുറൂന ബിൽ മുൻകർ, അവർ തിന്മ കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മഅറൂഫ്, നന്മ വിലക്കുന്നു. വയഖ്ബിദൂന അയ്ദിയഹും, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന കൈകളെ അവർ തടയുന്നു, നന്മ തടയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന മുനാഫിഖുകളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും
സഹാബത്തും അടങ്ങുന്ന മുഹാജിറുകളായ ആളുകൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ അവർക്കൊന്നും ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങൾ ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു പറയുകയുണ്ടായി, റബ്ബിന്റെ വക്കലാണ് ആകാശഭൂമികളുടെ ഖജനാവുകൾ, നിങ്ങൾ എന്താണ് തടയാൻ ശ്രമിക്കുന്നത്? അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചത് തടയാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹു തടയാൻ തീരുമാനിച്ചത് കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെ കൊടുക്കുന്നവന്റെ കൈക്ക് പിടിക്കുക, അത് തടയുക അവരുടെ സ്വഭാവമായിരിക്കും. നസുല്ലാഹ ഫനസിയഹും, അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഫനസിയഹും, അള്ളാഹു അവരെയും വിസ്മൃതിയിൽ വിട്ടേച്ചു കളഞ്ഞു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, കപടവിശ്വാസികൾ മുനാഫിഖുകൾ അവരാണ് ഫാസിഖുകൾ, അവരാണ് യഥാർത്ഥ അക്രമികൾ എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നു. അവരുടെ സ്വഭാവമായിരിക്കും മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നന്മയുടെ ആളുകളെ പരിഹസിച്ചു കൊണ്ടിരിക്കുക, അവരെ കുറിച്ച് കുത്തുവാക്കുകളും ഇരട്ട പേരുകളും പറഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് പ്രയാസങ്ങളും അപകടങ്ങളും വരുന്നത് കാത്തിരിക്കുക, അതിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, അതുപോലെ മുഅ്മിനീങ്ങളെ വിഡ്ഢികളെന്ന് വിളിക്കുക. ഇതെല്ലാം അവരുടെ സ്വഭാവമായിരിക്കും. നോക്കൂ നിങ്ങൾ, ഒരു മുഅ്മിനിന് ഒരിക്കലും ഈ സ്വഭാവം യോജിക്കുകയില്ല. അവൻ മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്നവനോ വില കുറച്ച് കാണുന്നവനോ ആയിരിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുദ് ളാലിമൂൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്. നിങ്ങൾ പരിഹസിക്കുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിച്ചവരെക്കാൾ നല്ലവരായിരിക്കും അല്ലാഹുവെങ്കിൽ. സ്ത്രീകൾ മറ്റൊരു കൂട്ടരായ സ്ത്രീകളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെട്ടവരായിരിക്കും യഥാർത്ഥത്തിൽ നല്ല ആളുകൾ. പരസ്പരം ഇരട്ട പേരുകൾ വിളിക്കരുത് നിങ്ങൾ. അല്ലാഹു പറയുകയാണ്, ഈമാൻ ലഭിച്ചതിന് ശേഷം ആ മോശമായ പേരുകൾ അത് ഒരിക്കലും യോജിക്കുകയില്ല. ഫിസ്ഖിന്റെ പേരുകൾ അതെത്ര മോശമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. നോക്കൂ, മുഅ്മിനുകളെ വിഡ്ഢികളായിട്ടായിരിക്കും അവർ കാണുക. അതിന്റെ മറുവശം എന്താണ്? സ്വയം വലിയ ബുദ്ധിമാന്മാരും കേമന്മാരും എന്ന് സ്വന്തത്തെക്കുറിച്ച് വിചാരിച്ചിരിക്കും. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് പറഞ്ഞത് നോക്കൂ, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അല്ല അവർ തന്നെയാണ് സഫഹിന്റെ, വിഡ്ഢിത്തത്തിന്റെ ആളുകൾ, യഥാർത്ഥ വിവരദോഷികൾ അവരാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിനെയും മുഅ്മിനുകളെയും വഞ്ചിക്കാനായിരിക്കും അവരുടെ ശ്രമം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെയും മുഅ്മിനുകളെയും വഞ്ചിക്കാൻ അവർ ശ്രമിക്കുന്നു, എന്നാൽ അവർ സ്വയം വഞ്ചനയിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വയം തിന്മകളിൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നവർ മനസ്സിലാക്കുന്നില്ല. റബ്ബ് പറയുകയാണ്, അവരെപ്പോഴും മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കിവിടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അവരുടെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു കൊടുക്കും. നിന്നെ കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ, നിന്നെ കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ല, അവൻ ചെയ്തതറിഞ്ഞില്ലേ, ഈ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ ഇളക്കിവിടും. ആളുകളുടെ മനസ്സിൽ നല്ല സ്നേഹമുണ്ടായിരുന്നവരുടെ മനസ്സിൽ വിദ്വേഷവും അടങ്ങാത്ത വെറുപ്പും അതിന്റെ തീക്കനൽ കൊളുത്തി വെക്കുന്ന സ്വഭാവമായിരിക്കും അവർക്കുണ്ടാവുക. യബ്ഗൂനകുമുൽ ഫിത്ന വഫീകും സമ്മഊന ലഹും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഫിത്ന ഇളക്കിവിടാനായിരിക്കും അവരുടെ പരിശ്രമം. വഫീകും സമ്മഊന ലഹും, നിങ്ങളിൽ അവർക്ക് കാതുകൊടുത്ത് കേൾക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നാൽ അതിൽ സന്തോഷിക്കുന്നവരായി നിങ്ങൾക്ക് അവരെ കാണാം. അഹങ്കാരത്തിന്റെ വക്താക്കളായി അവരെ കാണാം. മറ്റുള്ളവർക്കൊന്നും യാതൊരു വിലയുമില്ല എന്നായിരിക്കും എപ്പോഴും അവരുടെ ചിന്ത. നോക്കൂ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞ വാക്ക് അല്ലാഹു എടുത്തു പറയുന്നു. യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. നമ്മൾ മദീനയിലേക്ക് തിരിച്ചു പോയാൽ ഇസ്സത്തുള്ള ആളുകൾ, പ്രതാപമുള്ള ആളുകൾ, നിന്ദരായവരെ മദീനയിൽ നിന്ന് പുറന്തള്ളും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, സ്വയം അവർ ഇസ്സത്തുള്ളവരാണെന്ന് വിളിക്കുന്നു, മുഅ്മിനീങ്ങളെ നിന്ദരാണെന്ന് വിളിക്കുന്നു. എന്നാൽ അല്ലാഹു അതിന് മറുപടി പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് യഥാർത്ഥ പ്രതാപമുള്ളത്, അവന്റെ റസൂലിനാണ്, മുഅ്മിനുകൾക്കാണ്. എന്നാൽ മുനാഫിഖുകൾ അവർ കാര്യം ഗ്രഹിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, അവരുടെ വാക്കുകൾ അത് കളവുകളായിരിക്കും.
അവരുടെ വാക്ക് കളവായിരിക്കും, അവരുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പാലിക്കാൻ ഉദ്ദേശമില്ലാത്തതായിരിക്കും, അവരുടെ കരാറുകൾ അത് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുകയില്ല. അവരുമായി തർക്കങ്ങൾ ഉണ്ടായോ, അങ്ങേറ്റം മോശമായ നിന്ദ്യമായ ഒരു നീതിക്കും ഒരു നീതിയുടെ തുലാസിലും തൂങ്ങാത്ത പ്രയോഗങ്ങളും അതിക്രമങ്ങളുമായിരിക്കും അവർ തർക്കം ചെയ്തു കൂട്ടുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളമായി പറഞ്ഞത്, ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചോ കളവ് പറയും, കളവ് ശീലമായിരിക്കും. വഇദാ വഅദ അഖ്ലഫ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ ആഹദ ഗദർ, കരാറുകൾ ചെയ്താൽ കരാറുകൾ ലംഘിക്കും. വഇദാ ഖാസമ ഫജർ, മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കം ജയിക്കാൻ അങ്ങേറ്റം നിന്ദ്യമായ വഴികൾ അവർ സ്വീകരിക്കും. തൻ്റെ കൂട്ടുകാരനെ അവൻ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കൈവടിയുന്നവനായിരിക്കും. അവൻ ഏറ്റവും സഹായം വേണ്ട സമയത്ത് കൈവടിയുന്ന ആളുകളായിരിക്കും. സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാനും സത്യത്തെ നിരാകരിക്കാനും കളവ് സത്യമെന്ന രൂപത്തിൽ ആളുകൾക്കിടയിൽ പൊലിപ്പിച്ചു പറയാനും വല്ലാത്ത സാമർഥ്യമായിരിക്കും അവർക്ക്. അള്ളാഹു പറഞ്ഞു, ഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വയഖൂലു തസ്മഅ ലിഖൗലിഹിം, അവരുടെ ശരീരം കണ്ടാൽ നിനക്കതിൽ അത്ഭുതം തോന്നും, നിന്നെ ആശ്ചര്യപ്പെടുത്തും, അവരുടെ വാക്ക് കേട്ടാൽ നീ കേട്ടിരുന്നു പോകും. ഈ രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ കുറിച്ച് എന്തെല്ലാം താക്കീതാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഹൃദയം ഇത്രയും ദുഷിച്ചവർ, എന്നാൽ നാവ് വളരെ മധുരമുള്ളതായിരിക്കും. ഹൃദയത്തിൽ ഒരു നന്മയുമില്ല, എന്നാൽ നാവിലൂടെ വരുന്നത് തേനൊലിപ്പിച്ച വർത്തമാനങ്ങളായിരിക്കും. നോക്കൂ മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അവരുടെ നന്മകളെ വിലയില്ലാത്തതായി കാണുക എന്നത് അവരുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാരിൽ പാവങ്ങളായ ആളുകൾ, സാധുക്കളായ ആളുകൾ അവരെന്തെങ്കിലും ചെറിയ ദാനവുമായി വന്നാൽ, ഒരു അത്രമാത്രം കനം വരുന്ന, അത്രമാത്രം തൂക്കം വരുന്ന ചെറിയ ദാനധർമ്മവുമായി അവർ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതിനാൽ, പ്രോത്സാഹിപ്പിച്ചതിനാൽ, ചെറിയ നന്മയെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന് കരുതി തങ്ങളുടെ പക്കലുള്ളതും കൊണ്ടുവരികയാണ്. നോക്കൂ, വലിയ പണക്കാർ അവരുടെ കയ്യിലുള്ള വലിയ സമ്പത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ദാനം ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷേ പ്രതിഫലം ഈ സാധുവിന് ലഭിക്കും. കാരണം അവൻ തൻ്റെ കയ്യിലുള്ളതിൻ്റെ പകുതിയായിരിക്കും ഒരു പക്ഷേ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പക്കൽ ചിലപ്പോൾ ആകെ അത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ മുനാഫിഖുകൾ എന്താണ് ചെയ്യുക? അങ്ങനെ സഹാബത്തിൽ വല്ലവരും ചെറിയ നന്മയുമായി, ചെറിയ ദാനവുമായി വന്നാൽ അവർ പറയും, അള്ളാഹുവിന് ഇവൻ്റെ ഈ ഒരു കൊണ്ട്, ഇവൻ്റെ ഈ വിലയില്ലാത്ത ദാനം കൊണ്ട് അള്ളാഹുവിന് എന്താവശ്യമാണുള്ളത്? അള്ളാഹുവിന് അത് ആവശ്യമില്ല. സഹാബത്തിൽ വലിയ പണക്കാരായ ചില സഹാബിമാരുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ റളിയല്ലാഹു അൻഹു, അവർ വലിയ ദാനധർമ്മവുമായി വന്നാൽ ഇതേ മുനാഫിഖുകൾ പറയും, കണ്ടോ, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തത് കണ്ടോ, ആളുകളെ കാണിക്കാൻ വേണ്ടി കൊടുത്തത് കണ്ടോ. നോക്കൂ, രണ്ടു കൂട്ടരെയും അവർ പരിഹസിക്കുകയാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. മുഅ്മിനീങ്ങളിൽ പ്രയാസപ്പെട്ട് ദാനം ചെയ്യുന്ന ആളുകളെ കുത്തിപ്പറയുന്നവരാണവർ. ഫിസ്സദഖാത്ത് الذين يلمزون المتطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. മുഅ്മിനീങ്ങളിൽ ധാരാളം ദാനം ചെയ്യുന്നവരെ കുത്തിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, പ്രയാസപ്പെട്ടിട്ടല്ലാതെ കൊണ്ടുവരാൻ സാധിക്കാത്തവരെ ഫയസ്ഖറൂന മിൻഹും, അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. സഖിറല്ലാഹു മിൻഹും, അല്ലാഹു അവരെ പരിഹസിച്ചിരിക്കുന്നു. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കും. നസ്അലുല്ലാഹ അൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരുടെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നിർഭയത്വമുള്ള, യുദ്ധമൊന്നുമില്ലാത്ത സമയത്ത് മൂർച്ചയുള്ള നാവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും അരികിൽ വരും. ദീനിൻ്റെ ആളുകൾക്കുമെല്ലാം പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യുദ്ധത്തിൻ്റെയോ മറ്റോ ധീരമായ തീരുമാനങ്ങളുടെയോ മറ്റോ സമയം വന്നാൽ അള്ളാഹു പറഞ്ഞു, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മരണം മുന്നിൽ കണ്ടവനെ പോലെ അവരുടെ ഭീരുത്വം നിനക്ക് കാണാൻ സാധിക്കും. അങ്ങേറ്റത്തെ ഭീരുക്കളാണ് യഥാർത്ഥത്തിൽ
ഈമാനിന്റെ ആളുകൾ, അവർക്ക് മാത്രമാണ് യഥാർത്ഥ ധീരതയുള്ളത്. ഇത് നോക്കൂ, ആളുകളുമായി അവരുടെ ഇടപാട് ഇങ്ങനെയാണെങ്കിൽ റബ്ബുമായി അവരുടെ ഇടപാട് എന്താണ്? അള്ളാഹുവുമായുള്ള അവരുടെ നിലപാടെന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്തവരായിരിക്കും. അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ അവർ ഓർക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖിന്റെ നിസ്കാരത്തെക്കുറിച്ച്, അവന്റെ അസ്ർ നിസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി, തിൽക സലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. യദല്ലു യർഖുബു ശംസ്, അവനിങ്ങനെ സൂര്യനെ നോക്കിയിരിക്കും. ഹത്താ ഇദാ കാനത് ബൈന ഖർനൈ ശൈത്താൻ, അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായാൽ, അത് പിശാചിന്റെ രണ്ട് കൊമ്പുകൾക്ക് നടുവിലായാൽ, ഖാമ ഫനഖറ അർബഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീലാ, അവൻ എഴുന്നേറ്റ് 4 കൊത്തുകൊത്തും. അങ്ങനെ ആയിരിക്കും അവന്റെ നിസ്കാരം. അള്ളാഹുവിനെ കുറച്ചല്ലാതെ അവൻ ഓർക്കുകയില്ല. ജമാഅത്തുകൾ അവന് പ്രയാസമായിരിക്കും. എന്നാൽ പൊതുവെ അവൻ ആളുകൾ കാണുന്ന സമയത്ത് വരും. പഴയകാലത്ത് ഇരുട്ടിൽ നിസ്കരിക്കുന്ന ഫജ്റും ഇശാഉം നിസ്കാരങ്ങൾ ഇതുപോലെ വെളിച്ചം മസ്ജിദുകളിൽ പഴയകാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വന്നോ ഇല്ലേ എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അവർ വന്നോ ഇല്ലേ എന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം അത് ഇശാ നിസ്കാരവും ഫജ്ർ നിസ്കാരവുമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ, അത് രണ്ടിന്റെയും ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടുകാലുകളിന്മേൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവരവിടേക്ക് വരുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഈ അടയാളങ്ങളും അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ മറ്റടയാളങ്ങളും സൂക്ഷിക്കുക. അങ്ങനെ ഉള്ളവരെ സൂക്ഷിക്കുക. 1. 2, ആ സ്വഭാവങ്ങൾ നമ്മിലുണ്ടോ എന്നോരോരുത്തരും പരിശോധിക്കുക, ആത്മവിചാരണ നടത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നിഫാഖിൽ നിന്ന് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുനാഫിഖുകളുടെ ഷർറിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗശേഷം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നിഫാഖോ മുനാഫിഖുകളോ ഉണ്ടായിരുന്നില്ല. മറിച്ച് നേരെ തിരിച്ചുള്ളവരുണ്ടായിരുന്നു. അഥവാ ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷെ പുറമേക്ക് അത് പുറത്തു കാണിക്കാത്ത, ഇസ്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ സ്ഥിതി. കാരണം മുസ്ലിമീങ്ങൾ അന്ന് പ്രയാസത്തിലും ദൗർബല്യത്തിലുമായിരുന്നു. എന്നാൽ പിന്നീട് മദീനയിൽ മുസ്ലിമീങ്ങൾ എത്തുകയും ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിമായാൽ കാര്യമുണ്ട് എന്ന് കണ്ടപ്പോൾ മുനാഫിഖുകൾ ഉദയം ചെയ്തു. മുനാഫിഖുകൾ ഉണ്ടായി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ബഖറയിൽ മുനാഫിഖുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളുടെ തഫ്സീറുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇക്കാര്യം പറയുകയുണ്ടായി. എന്താണ് ആ നിഫാഖ് എന്ന് പറഞ്ഞാൽ? 2 രൂപത്തിലാണ് നിഫാഖ് ഉള്ളത്. ഒന്ന് നിഫാഖുൽ അക്ബർ, രണ്ടാമത്തേത് നിഫാഖുൽ അസ്ഗർ. നിഫാഖുൽ അക്ബർ എന്നാൽ അത് യഥാർത്ഥത്തിൽ ആ നിഫാഖുള്ളവൻ മുസ്ലിമേ അല്ല, അവൻ കാഫറാണ്. ഉള്ളിലൊരു വിശ്വാസവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹുൽ അവന്റെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്നില്ല, കാഫിറാണ്. എന്നാൽ പുറമേക്ക് അവൻ ഇസ്ലാം അഭിനയിക്കുക മാത്രം ചെയ്യുന്നു. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. കുഫാറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെ. കാരണം അത്രയും ഉപദ്രവമാണ് അവർ മുസ്ലിമീങ്ങൾക്ക് വരുത്തി വെക്കുന്നത്. രണ്ടാമത്തെ നിഫാഖ്, അത് നിഫാഖുൽ അസ്ഗർ, അത് ചെറിയ നിഫാഖാണ്. അത് അമലിൽ പ്രവർത്തനങ്ങളിൽ വരുന്ന നിഫാഖാണ്. അവനുള്ളിൽ അള്ളാഹുൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നവൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നിഫാഖിന്റെ അടയാളമായി പറയപ്പെട്ട ഇസ്ലാമിൽ നിന്ന് പരിപൂർണമായി പുറത്തു പോകാത്ത എന്നാൽ വലിയ അപകടം പിടിച്ച ചില സ്വഭാവങ്ങൾ അവനിലുണ്ട്. അതാണ് കർമ്മരംഗത്തുള്ള നിഫാഖ് എന്ന് പറയുന്നത്. കളവ് പറയുക അതതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ വാഗ്ദാനം ലംഘിക്കുക അതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ള മറ്റ് അടയാളങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സ്വഭാവം അവനിലില്ല. പക്ഷെ അത് വലിയ അപകടമാണ്, വലിയ നിഫാഖിലേക്കുള്ള വഴിയാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ കാര്യം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ നിഫാഖും മുനാഫിക്കുകളും ധാരാളമാവുകയും വ്യാപിക്കുകയും അങ്ങേയറ്റം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, അന്നിഫാഖുൽ യൗമ അക്സറു മിൻഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്കാൾ നിഫാഖ് ഇന്ന് വളരെ വർദ്ധിക്കുകയുണ്ടായി. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈമാൻ സ്വീകരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈമാനിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശക്തമായിരുന്നു. അന്ന് നിഫാഖ് ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞുപോയി. നബിയുടെ കാലവുമായി നമ്മുടെ കാലം അകന്നുപോയി. അങ്ങനെയുള്ള ഈ കാലത്ത് എന്തുമാത്രം ആളുകൾക്കിടയിൽ നിഫാഖ് ഉണ്ടാകും, എത്രമാത്രം മുനാഫിക്കുകൾ ഉണ്ടായിരിക്കും. ഒരിക്കൽ ഒരാൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന സ്ഥിതിയിൽ ഒരാൾ ദുആ ചെയ്യുകയുണ്ടായി. ഒരാൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത് മഹാനായ സഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു കേട്ടു. ഹുദൈഫയുടെ പ്രത്യേകത എന്താണ്? സാഹിബു സിർരി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട സഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. മുനാഫിക്കുകളുടെ പേരുകളും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഹുദൈഫ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. എന്താണ് അയാൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഹ്ലിക്കിൽ മുനാഫിഖീൻ, അല്ലാഹുവേ മുനാഫിഖുകളെ നീ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, യബ്ന അഖീ ലൗ ഹലക്കൽ മുനാഫിഖൂന ലസ്തൗഹഷ്തും ഫി തുറുഖാതി മിൻ ഖില്ലത്തി സാലികീൻ. അല്ലാഹു മുനാഫിഖുകളെ ഒന്നാകെ നശിപ്പിച്ചാൽ മോനെ, നീ പിന്നെ തെരുവൂരങ്ങളിലൂടെ നടക്കുമ്പോൾ, നീ അങ്ങാടികളിലൂടെ നടക്കുമ്പോൾ നീ വഴികളിൽ ഏകാന്തനായി പോകും, ഒറ്റക്കായി പോകും, ആളുകൾ തീരെ ഉണ്ടാവുകയില്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അത്രയും നിഫാഖ് ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്, ധാരാളമുണ്ട് എന്നാണ് ആ മഹാനായ സഹാബി അക്കാലത്ത് പറഞ്ഞതെങ്കിൽ ഇക്കാലത്തെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഒരാൾക്കും തൻ്റെ കാപട്യം അത് അധികകാലം മറച്ചു വെക്കുക സാധ്യമല്ല. മുഅ്മിനുകൾക്ക് അത് തിരിച്ചറിയാനുള്ള ഫിറാസത്ത്, അത് തിരിച്ചറിയാനുള്ള ശേഷി അല്ലാഹു റബ്ബുൽ ആലമീൻ, അതിനുള്ള തൗഫീഖ് അല്ലാഹു മുഅ്മിനുകൾക്ക് കൊടുക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനൻ, അല്ലാഹു നിങ്ങൾക്കൊരു ഫുർഖാൻ ഏർപ്പെടുത്തി തരുന്നതാണ്. സത്യവും അസത്യവും വേർതിരിക്കാൻ, കാപട്യവും സത്യസന്ധതയും തിരിച്ചറിയാൻ അല്ലാഹു മുഅ്മിനുകൾക്ക് തൗഫീഖ് നൽകും. അവരെ എപ്പോഴും വഞ്ചിക്കുക ആർക്കും സാധ്യമല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, മാ അസറ അഹദുൻ സരീറതൻ ഇല്ലാ അദ്ഹറഹു അല്ലാഹു അസ്സ വജല്ല അലാ സഫഹാതി വജ്ഹിഹി വഫലതാതി ലിസാനിഹി. ഏതൊരുവനാണോ ഒരു രഹസ്യം തൻ്റെ ആരും കാണാത്ത ജീവിതത്തിൽ മറച്ചുവെച്ചത്, അള്ളാഹു അവന്റെ മുഖത്തും അവന്റെ നാവിലുമെല്ലാം ആളുകൾ കാണുക അത് പ്രകടമാക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ വഷളാക്കുന്നതിന് മുൻപ്, അള്ളാഹു നമ്മുടെ മുന്നിലുള്ള മറകൾ വലിച്ചു കീറി ആളുകൾക്ക് മുന്നിൽ നമ്മുടെ തനിനിറം വെളിപ്പെടുത്തുന്നതിന് മുൻപ് ആ ഉള്ളകം നാം തന്നെ നന്നാക്കുക, നാം തന്നെ നന്നാക്കുക. അള്ളാഹു സിറ്റീറാണ്, അവൻ പാപങ്ങളും തിന്മകളും മറച്ചു വെക്കുന്നവനാണ്. അള്ളാഹു മറച്ചു വെച്ചു പൊറുത്തു തരുന്നവനാണ്. പക്ഷേ അതൊരിക്കലും നമ്മെ വഞ്ചിതരാക്കിക്കൂടാ. ആ തിന്മകളിൽ തന്നെ തുടർന്നു പോകാൻ, കാപട്യം എപ്പോഴും തുടർന്നു പോകാൻ അതിലേക്ക് നമ്മെ നയിച്ചുകൂടാ. മറിച്ചു തിരുത്തുക, ഉള്ളു നന്നാക്കുക, അകം നന്നാക്കുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു മുനാഫിക്കുകൾക്ക് അവർ തിരുത്തുകയും അവർ ഖലാസ് ഉള്ളവരാവുകയും ചെയ്താൽ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ചോദിച്ചത്, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ നന്ദി കാണിച്ചാൽ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസം വിശ്വസിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹു എന്തു ചെയ്യാനാണ്? നോക്കുക റബ്ബിന്റെ ചോദ്യം, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ ഈമാനുള്ളവരാവുകയും അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരാവുകയും ചെയ്താൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹു എന്തു ചെയ്യാനാണ് എന്ന് റബ്ബുൽ ആലമീൻ അവൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിക്കുക, നാം മനസ്സിലാക്കുക, നിഫാഖിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുക. അത് നമ്മിലുണ്ടോ നമ്മൾ ഓരോന്നോരോന്നായി തിരുത്തുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക, ഇഖ്ലാസിന്റെ ആളുകളാവുക. നിഫാഖിനെ എപ്പോഴും ഭയപ്പെടുക. മുഅ്മിനാണ് നിഫാഖിനെ ഭയപ്പെടുക. മുഅ്മിൻ അല്ലാത്തവൻ
മുനാഫിഖ് ഒരിക്കലും നിഫാഖിനെ ഭയപ്പെടുകയില്ല. അവനൊരിക്കലും എന്നിൽ നിഫാഖുണ്ടോ, തന്നിൽ കാപട്യത്തിന്റെ അടയാളങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുകയേയില്ല, തിരിഞ്ഞു നോക്കുകയേയില്ല. സ്വാഭാവികമായും അവന്റെ ചിന്ത മുഴുവൻ മറ്റുള്ള ആളുകളെ കുറിച്ചായിരിക്കും. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈ, അദ്ദേഹം പറഞ്ഞത്, മഖാഫഹു ഇല്ലാ മുഅ്മിൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. മുഅ്മിൻ അല്ലാതെ അതിനെ പേടിക്കുകയില്ല, മുനാഫിഖ് അല്ലാതെ അതിനെക്കുറിച്ച് പേടിയില്ലാതിരിക്കുകയില്ല. ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ 30ഓളം പേരെ, 30 സഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും തങ്ങളുടെ കാര്യത്തിൽ നിഫാഖ് ഭയപ്പെട്ടവരായിരുന്നു. ഞാൻ മുനാഫിഖായി പോകുമോ എന്ന് ഭയപ്പെട്ടവരായിരുന്നു. മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയുമായി തട്ടിച്ചു നോക്കുമ്പോഴെല്ലാം ഞാനൊരു മുനാഫിഖാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ഇതാണ് സഹോദരങ്ങളെ മുൻഗാമികൾ. അതുകൊണ്ട് അതിനെ ഭയപ്പെടുകയും അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനം പ്രവർത്തിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ മുനാഫിഖൂൻ, അതിനാണ് അള്ളാഹു അവസാനം പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. പണ്ഡിതന്മാർ പറയുകയുണ്ടായി, ദിക്റുല്ലാഹ് അത് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തും, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിനൊടുവിൽ ഇത് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനെ ധാരാളമായി ഓർക്കുക. പ്രത്യേകിച്ചിതാ ഈ വരാനിരിക്കുന്ന ദിനങ്ങളിൽ നമ്മൾ ദുൽഹിജ്ജയോട് അടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ആ മാസം ആരംഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി വളരെ ശ്രദ്ധിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, ഹംദും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുമെല്ലാം വർദ്ധിപ്പിക്കുക. അറവ് സാധിക്കുന്നവരെല്ലാം ഉദ്ഹിയ്യത്ത് അറുക്കുക. അതിനുദ്ദേശിച്ചവർ ആ മാസത്തിലേക്ക് കടന്നതു മുതൽ, അതിനു മുമ്പുള്ള മാസത്തിലെ സൂര്യൻ അസ്തമിച്ചതു മുതൽ ശരീരത്തിലെ നഖങ്ങളോ രോമങ്ങളോ തൊലിയോ എടുക്കാതിരിക്കുക, മുറിക്കാതിരിക്കുക. അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക, ധാരാളമായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക, തിന്മകളെ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم انصرهم يا رب العالمين. اللهم انصرهم على عدوهم يا رب العالمين. اللهم عليك باليهود الغاصبين. اللهم دمرهم يا رب العالمين. اللهم مزق ملكهم وشتت شملهم يا قوي يا عزيز. وصلى الله وسلم على نبينا محمد.